നിങ്ങൾ കുറേ രീതിയിലുള്ള ഗെയിംസ് കളിച്ചിട്ടില്ലേ? അതിലൊന്നാണ് ഫൈറ്റിംഗ് ഗെയിംസ്. സോ നമുക്കറിയാം കുറേ ഫൈറ്റിംഗ് ഗെയിംസ് ഉണ്ട്. മോർട്ടൽ കോംബാറ്റ്, സൂപ്പർ സ്മാഷ് ബ്രോസ്. പക്ഷെ ഇങ്ങനെയുള്ള ഗെയിംസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫൈറ്റിംഗ് ഗെയിം ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഈ ഫൈറ്റിംഗ് ഗെയിം ഉണ്ടാക്കുന്നതിന് നമുക്ക് 6 രീതിയിൽ തരംതിരിക്കാം. തീം, സ്റ്റാറ്റസ്, ബാലൻസ്, ആനിമേഷൻ, വിഷ്വൽ, പിന്നെ റിവീൽ. നമുക്ക് ആദ്യം തീമിനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ക്യാരക്ടറിന് ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവരെ പുറകിൽ ഒരു കഥ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെള്ളത്തിനകത്ത് ജീവിക്കുന്ന ഒരാളാണ് നമ്മളുടെ ഗെയിമിലെ ക്യാരക്ടറെങ്കിൽ അവരുടെ പവർ വാട്ടർ റിലേറ്റഡ് ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന ഒരു ഷൂട്ട് ചെയ്യുന്ന ക്യാരക്ടർ ആണെങ്കിൽ അവരുടെ കയ്യിൽ ഗണ്ണും തോക്കും ബോംബും എല്ലാം ഉണ്ടായിരിക്കണം. ഗെയിമിലെ റെഫറൻസ് പറയുകയാണെങ്കിൽ മാരിയോയുടെ പവേഴ്സ് പൊതുവെ ക്ലോസ് റേഞ്ച് ആയിരിക്കും. കാരണം മാരിയോക്ക് പ്രത്യേകിച്ച് ഒരു വെപ്പൺ ഇല്ല. പിന്നെ പീക്കാച്ചു ആണെങ്കിൽ ഇതിന് ഇലക്ട്രിക് പവറാണുള്ളത്. അതേപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന എല്ലാ ക്യാരക്ടറിനും യുണീക്ക് ആയിട്ടുള്ള ഒരു പവർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. രണ്ടാമത്തതാണ് സ്റ്റാറ്റസ്. ഓരോ ക്യാരക്ടറിനും അവരുടേതായിട്ടുള്ള വെയ്റ്റ്, എയർ സ്പീഡ്, ഫാൾ സ്പീഡ്, ഡാമേജ് സ്പീഡ്, ഗ്രാവിറ്റി എന്നിവ ഉണ്ടായിരിക്കണം. അതായത് ഇതുപോലെ ഓരോ ക്യാരക്ടറിനും ഓരോരോ സ്റ്റാറ്റസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗെയിം കുറച്ചും കൂടി ഡൈനാമിക് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ കല്ല് മനുഷ്യൻ, ഇതിന് സൈസ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ചും കൂടി പവറുള്ള ക്യാരക്ടറും പക്ഷേ അതിൻ്റെ അറ്റാക്കിംഗ് സ്പീഡ് കുറവായിരിക്കും. അതേപോലെ എന്നെപ്പോലെ ഒരു പാവം പിടിച്ച ക്യാരക്ടറാണ് ഇതിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂട്ടി ഏതൊരു ക്യാരക്ടറിനെയും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അടുത്തതാണ് ബാലൻസ്. ബാലൻസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നമ്മൾ കൊടുത്ത പവർ ഓവറായിരിക്കും. അതായത് ഇപ്പോൾ വൺ പഞ്ച് മാൻ എന്ന ക്യാരക്ടർ നമ്മൾ ഗെയിമിലുണ്ടെങ്കിൽ ആനിമെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പവർ കൊടുത്തിരുന്നെങ്കിൽ ഒറ്റയടിക്ക് തന്നെ എല്ലാ ക്യാരക്ടേഴ്സിനെയും അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാതെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും കൊടുത്തിരിക്കുന്ന പവർ ബാലൻസ് ചെയ്യുക. പിന്നീട് വരുന്നതാണ് ആനിമേഷൻ. ഈ ആനിമേഷനിൽ എല്ലാ ക്യാരക്ടേഴ്സിനും ഓരോരോ ആനിമേഷൻസ് ഉണ്ടെങ്കിലും, അതായത് ഐഡിയൽ, വാക്ക്, ജമ്പിങ്, അറ്റാക്ക് ഇതുപോലുള്ള ആനിമേഷൻസ് ഉണ്ടെങ്കിലും ഓരോ ക്യാരക്ടറിനും ഡിഫറെൻറ്റ് ആനിമേഷൻസ് ആയിരിക്കും പൊതുവെ ഗെയിമുകളിൽ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ ക്യാരക്ടേഴ്സിനും ഡിഫറെൻറ്റ് ആനിമേഷൻസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അറ്റാക്കിംഗ് ആനിമേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് അറ്റാക്കിംഗ് ആനിമേഷൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 സെക്ഷൻസായി തരംതിരിക്കാം. ഐഡിയൽ, വൈൻഡപ്പ്, അറ്റാക്ക്, ഫോളോ ത്രൂ. ഐഡിയൽ എന്ന് പറയുന്നത് അറ്റാക്ക് ചെയ്യാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് തൊട്ടു മുന്നേ ഉള്ള ആനിമേഷനാണ്. അതിൽ നിന്നും വൈൻഡപ്പിലേക്ക് പോകുന്നു. വൈൻഡപ്പ് എന്ന് പറയുന്നത് അറ്റാക്ക് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു ഡിലേ നമ്മൾ കൊടുത്തിരിക്കണം. ആ സമയത്ത് എതിരെയുള്ള ക്യാരക്ടറിന് മൂവ് ചെയ്യാനോ അത് ബ്ലോക്ക് ചെയ്യാനോ ഉള്ള ചാൻസ് നമ്മൾ കൊടുക്കണം. പിന്നീടാണ് അറ്റാക്ക് വരുന്നത്. ആ അറ്റാക്കിംഗ് ആനിമേഷൻ, ആ ആനിമേഷൻ ഒരു ചെറിയ സെക്കൻഡ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. കാരണം അതൊരു ക്വിക്ക് ആനിമേഷൻ ആയിരിക്കണം. ആ അറ്റാക്കിൻ്റെ ആനിമേഷൻ കഴിഞ്ഞതിന് ശേഷം ഫോളോ ത്രൂ ചെയ്യണം. അതായത് ആനിമേഷൻ ഒരു എൻഡിങ് പൊസിഷനിലേക്ക് എത്തിക്കണം. അവിടെ വേണമെങ്കിൽ ഒരു ഡിലേ വെക്കാം, അതായത് തിരിച്ച് ക്യാരക്ടറിന് മൂവ് ചെയ്യാനുള്ള ഒരു സമയം. ഈ ഒരു രീതിയിലായിരിക്കും സാധാരണയുള്ള ഗെയിമുകളിൽ, അതായത് ഹയർ എൻഡ് ആയിട്ടുള്ള AAA ഗെയിംസുകളിലുള്ള ആനിമേഷൻസ് നടക്കുന്നത്. പിന്നീട് വരുന്നതാണ് വിഷ്വൽസ്. വിഷ്വൽസ് എന്ന് പറയുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോരോ പവർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ആ പവർ കാണിക്കുന്ന രീതിയിലുള്ള വിഷ്വൽ എഫക്ട്സ് നമ്മൾ ആ ഗെയിമിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് വെള്ളത്തിൽ നിന്ന് വരുന്ന ക്യാരക്ടർ ആണെങ്കിൽ ആ ക്യാരക്ടറിൽ നിന്ന് വരുന്ന പാർട്ടിക്കിൾസ് വെള്ളത്തിൻ്റെ റിലേറ്റഡ് ആയിരിക്കണം. അതേപോലെ ഓരോ ക്യാരക്ടറിനും പ്രൊഫൈലിന് മാച്ച് ആവുന്ന രീതിയിലുള്ള എഫക്ട്സ് നമ്മൾ ഉപയോഗിക്കുക. ഏറ്റവും അവസാനത്തേതാണ് റിവീൽ. ഓരോ ക്യാരക്ടറിനും യുണീക്കായുള്ള ഒരു ആനിമേഷൻ, അതായത് ഒരു സിനിമാറ്റിക് ആനിമേഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒരു സ്റ്റാറ്റിക് പോസിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പോലുള്ള ഒരു ആനിമേഷൻ ആ ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗെയിം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും.
ബിരിയാണി ഇന്ന് ഞാൻ പൊളിക്കും. നീ എൻ്റെ ബിരിയാണി തൊട്ടു. Get ready for the next battle. സോ ഈ ഒരു ഗൈഡ് ലൈൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗെയിം ഒരു ട്രിപ്പിൾ എ ഗെയിമിനായി മാറ്റാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതേപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, പിന്നെ ഷെയറും ചെയ്യൂ.